السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज अल्लाह ताला के फजल से ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മജ്ലിസ് അൻസാറുള്ള UK-യുടെ വാർഷിക ഇജ്തിമ ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അൻസാറുകളെ വളരെ സുപ്രധാനമായ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതാണ് നമസ്കാരം. നമസ്കാരം ഓരോ വിശ്വാസിക്കും നിർബന്ധമായിട്ടുള്ളതാണ്. എന്നാൽ 40 വയസ്സ് കഴിഞ്ഞതിനു ശേഷം ഈ ഒരു ചിന്ത മുമ്പത്തേക്കാൾ അധികമായി ഉണ്ടാകേണ്ടതാണ്. എന്റെ ആയുസിന്റെ ഓരോ ദിവസവും വർദ്ധിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരം അവസരത്തിൽ അള്ളാഹുവിന്റെ ഇബാദത്ത്, നമസ്കാരത്തിലേക്ക് കൂടുതലായി ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. സമയം വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാകേണ്ടതാണ്. അവിടെ നമ്മുടെ ഓരോ കർമ്മത്തിനും കണക്കെടുപ്പുണ്ടായിരിക്കുന്നതാണ്. അത്തരം അവസരത്തിൽ ഒരു വിശ്വാസിയുടെ ആ ഓരോ വ്യക്തിയുടെയും ആർക്കാണോ പാരത്രിക ജീവിതത്തെക്കുറിച്ചും യൗമെ ആഖിറത്തിനെ കുറിച്ചുമുള്ള വിശ്വാസമുള്ളത്, ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കേണ്ടതാണ്. നാം അള്ളാഹുവിനുള്ള കടമകളും അവന്റെ സൃഷ്ടികളുള്ള കടമകളും നിർവഹിക്കുന്നവരാണോ? അത്തരം ഒരവസ്ഥയിൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാകുന്നവരായിരിക്കണം. നാം നമ്മുടെ പരിശ്രമം അനുസരിച്ച് ഈ കടമകൾ നിറവേറ്റുന്നവരായി മാറേണ്ടതാണ്. നമസ്കാരത്തിനെ കുറിച്ച് അള്ളാഹു ശ്രദ്ധ ക്ഷണിച്ചപ്പോഴെല്ലാം ഈ കാര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. നമസ്കാരത്തിൽ സ്ഥിരതയും ഉണ്ടായിരിക്കണം. എല്ലാ നമസ്കാരങ്ങളും സമയത്തിന് അനുഷ്ഠിക്കണം. അതോടൊപ്പം തന്നെ ജമാഅത്തായി അനുഷ്ഠിക്കണം. നമസ്കാരം നിലനിർത്തുക എന്ന കൽപ്പനയാണുള്ളത്. നമസ്കാരം നിലനിർത്തുക എന്നതിന്റെ അർത്ഥം തന്നെ നമസ്കാരം സമയത്തിന് ജമാഅത്തായി അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അൻസാറുള്ളയും അവരുടെ റിപ്പോർട്ടുകളിൽ നിന്ന് ഈ പരിശോധന നടത്തുന്നുണ്ടായിരിക്കും. അങ്ങനെ പരിശോധന നടത്തേണ്ടതുമാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അൻസാറുകളുടെ പ്രായം ഒരു പക്വതയുടെയും ഒരു ഉറപ്പിന്റെയും പ്രായമായിട്ടും ജമാഅത്തായി നമസ്കരിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ട വിധത്തിലുള്ള ശ്രദ്ധ ചെലുത്താറില്ല. അൻസാറുള്ള പ്രത്യേകിച്ച് വളരെ കൂടുതലായി
ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഓരോ മെമ്പർമാരും നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്നവരായി മാറണം. എന്നല്ല, ഓരോ നാസിറും ആത്മപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. അതിനായി പരിശ്രമിക്കേണ്ടതുണ്ട്. അവര് ജമാഅത്തായി നമസ്കരിക്കുന്നവരായി തീരണം. രോഗമോ നിർബന്ധിതാവസ്ഥയോ ഒഴികെ ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതാണ്. അടുത്ത് പള്ളിയോ നമസ്കാര സെന്ററോ ഇല്ല എങ്കിൽ അടുത്തുള്ള പ്രദേശങ്ങളിൽ എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ജമാഅത്തായി നമസ്കരിക്കാവുന്നതാണ്. ഈ സൗകര്യവും ഇല്ല എങ്കിൽ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ജമാഅത്തായി നമസ്കരിക്കുക. ഇത് മുഖേന കുട്ടികൾക്കും യുവാക്കൾക്കും നമസ്കാരം ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അൻസാറുള്ള യഥാർത്ഥ രീതിയിൽ അൻസാറുള്ള അപ്പോഴായിരിക്കും ആയിത്തീരുക എപ്പോഴാണോ അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്താനും അതനുസരിച്ച് പ്രവർത്തിപ്പിക്കുവാനും തങ്ങളുടെ പങ്ക് വഹിക്കുന്നത്. അഥവാ അള്ളാഹുവിന്റെ ഇബാദത്ത് അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാണ്. അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ആരുടെ മേൽനോട്ടമാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അവരെ കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല എങ്കിൽ, തങ്ങളുടെ മാതൃക കാണിക്കുന്നില്ല എങ്കിൽ, കേവലം പേരിന് മാത്രമുള്ള അൻസാറുള്ള ആയിരിക്കും. ഇന്ന് അമ്പിന്റെയും വാളിന്റെയും യുദ്ധമല്ല, സഹായികൾ ആവശ്യമുണ്ടാകാൻ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിജയിക്കാനുള്ള നമ്മുടെ ആയുധം ദുആയാണ് എന്നാണ്. അൻസാറുള്ള ആയിത്തീരുന്നതിന് വേണ്ടി ഈ ദുആയുടെ ആയുധം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതിനായി അത്യാവശ്യമായിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള മാർഗമനുസരിച്ചുകൊണ്ട് ഈ ആയുധത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് സംഭവിക്കുമ്പോൾ, ഇതുണ്ടാകുമ്പോൾ, അപ്പോഴായിരിക്കും നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിനോടുള്ള ശരിയായ കടമകൾ നിറവേറ്റുന്നവരായി മാറുക. അതല്ല എങ്കിൽ അവിടുന്ന് കൂടെ കൂടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്: എന്റെ വാക്കുകൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ, തങ്ങളിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കുന്നില്ല എങ്കിൽ, തങ്ങളുടെ ആരാധനയോടുള്ള കടമകൾ നിർവഹിക്കുന്നില്ല എങ്കിൽ എന്റെ ബൈഅത്തിൽ വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഓരോ നാസിറും പ്രത്യേകിച്ച് തങ്ങളുടെ ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. എത്രത്തോളം അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്, എത്രത്തോളം അവർ തങ്ങളുടെ മാതൃക തങ്ങളുടെ കുട്ടികൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്, അവരുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? കേവലം ഒരു നിർബന്ധ കടമ അല്ലെങ്കിൽ ഒരു ഭാരം എന്ന് മനസ്സിലാക്കിയാണോ അനുഷ്ഠിക്കുന്നത്, അതോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ആണോ ഇതെല്ലാം ചെയ്യുന്നത്? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ഫർളും അതിന്റെ ഹിക്മത്തും അത് അനുഷ്ഠിക്കേണ്ട രീതിയും അതിന്റെ ലക്ഷ്യവും അതിന്റെ ഫിലോസഫിയും സമയത്തിന്റെ ഫിലോസഫിയും ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വിവിധ തലത്തിൽ നിന്നുകൊണ്ട് കൂടെ കൂടെ വിവിധ അവസരങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങയുടെ ചില ഉപദേശ നിർദ്ദേശങ്ങൾ ഞാൻ ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. അത് അതിന്റെ പ്രാധാന്യത്തിലേക്കും അതിന്റെ ഹിക്മത്തിലേക്കും വെളിച്ചം വീശുന്നതാണ്. നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി സ്ഥിരതയോടുകൂടി അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് ഉപദേശിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ഒരവസരത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, ഒരു മജ്ലിസിൽ നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുക. പറയുന്നു, ചില ആളുകൾ ഒരു നേരത്തെ നമസ്കാരം മാത്രം അനുഷ്ഠിക്കുന്നു. അവരോർത്തുകൊള്ളുക, നമസ്കാരം ഒരിക്കലും മാപ്പാക്കപ്പെടുകയില്ല. ഏതുവരെ എന്നാൽ പ്രവാചകന്മാർക്ക് പോലും മാപ്പാക്കി കൊടുത്തിട്ടില്ല. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പുതിയ ജമാഅത്ത് വന്നു. അവര് നമസ്കാരം മാപ്പാക്കണം എന്ന് ആഗ്രഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മതത്തിലാണോ കർമ്മം ഇല്ലാത്തത് ആ മതം ഒന്നും തന്നെയല്ല. അതുകൊണ്ട് ഈ കാര്യം നല്ലവണ്ണം ഓർത്തുകൊള്ളുക. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അള്ളാഹു പറയുന്നു,
അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ ഒരടയാളം ഇതാണ്: ആകാശവും ഭൂമിയും അവന്റെ കൽപ്പന കൊണ്ടാണ് നിലനിൽക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും ആകാശവും ഭൂമിയും നിലനിൽക്കുക, അതല്ല എങ്കിൽ ഇല്ല. പറയുന്നു, ചില സമയത്ത് ആളുകൾ ആരുടെ പ്രകൃതമാണോ പ്രകൃതിവാദത്തിലേക്ക് തിരിയുന്നത് അവർ പറയാറുണ്ട്, നേച്ചറി മതം അതാണ് അനുഗമിക്കേണ്ടത്. കാരണം ആരോഗ്യത്തിന്റെ തത്വങ്ങൾ അനുഷ്ഠിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പിന്നെ തഖ്വ കൊണ്ടും വിശുദ്ധി കൊണ്ടും എന്ത് പ്രയോജനമാണുള്ളത്? അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ ഒരടയാളം ഇതുകൂടിയാണ്. ചില സമയത്ത് മരുന്നുകൾ പ്രയോജനപ്പെടുകയില്ല. അത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യുകയില്ല. മരുന്നും പ്രയോജനപ്പെടുകയില്ല, ചികിത്സകനും പ്രയോജനപ്പെടുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ തലതിരിഞ്ഞ കാര്യം പോലും ശരിയായി തീരുന്നതാണ്. അതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ളത് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് അവന്റെ ഇബാദത്തും നമസ്കാരം അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യവും പ്രാധാന്യവും വിവരിച്ചുകൊണ്ടും മനുഷ്യനതിന്റെ ആവശ്യം വിവരിച്ചുകൊണ്ടും നമസ്കാരത്തിന്റെ അവസ്ഥ ഏത് വിധത്തിലായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരവസരത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി, നമസ്കാരം എന്താണ്? പറയുന്നു, അതൊരു പ്രത്യേകമായ ദുആയാണ്. എന്നാൽ ആളുകൾ അതിനെ രാജാക്കന്മാരുടെ ടാക്സ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. വിഡ്ഢികൾ ഇതുപോലും അറിയുന്നില്ല. അള്ളാഹുവിന് ഈ കാര്യങ്ങളുടെ എല്ലാം ആവശ്യം തന്നെ എന്താണ്? അവന്റെ വ്യക്തിത്വത്തിൽ തന്നെ ഉള്ള നിരാശ്രയത്വത്തിന് ഇതിന്റെ ആവശ്യമില്ല. മനുഷ്യൻ തസ്ബീഹിലും തഹ്ലീലിലും തഖ്ദീസിലും മുഴുകുക എന്നുള്ളത്, മറിച്ച് ഇതിൽ മനുഷ്യന് തന്നെയാണ് പ്രയോജനം ഉള്ളത്. ഈ മാർഗത്തിലൂടെ അവൻ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. നമസ്കാരം മുഖേന അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നു, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നു, അവന്റെ ഉദ്ദേശത്തിലേക്ക് അവൻ എത്തുന്നു. പറയുന്നു, എനിക്കിത് കണ്ടുകൊണ്ട് വളരെയധികം ഖേദം തോന്നുന്നു. ഇന്ന് ഇബാദത്തിനോടും തഖ്വയോടും മതബോധത്തോടും സ്നേഹമില്ല. അതിന്റെ ഒരു കാരണം ആചാരമാകുന്ന വിഷത്തിന്റേതാണ്. അത് കാരണമാണ് അള്ളാഹുവിനുള്ള സ്നേഹം തണുത്തുപോകുന്നത്. ഇബാദത്തിൽ ഏതൊരു ആനന്ദമാണോ വേണ്ടത്, ആ ആനന്ദം ലഭിക്കുന്നില്ല. പറയുന്നു, ലോകത്ത് ഒരു വസ്തുവും തന്നെയില്ല പ്രത്യേകമായിട്ടുള്ള അനുഭൂതിയും സ്വാദും അള്ളാഹു വെച്ചിട്ടില്ലാത്തതായ. എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഒരു പ്രത്യേക തരത്തിലുള്ള ആനന്ദവും അനുഭൂതിയും വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ആനന്ദവും അനുഭൂതിയും അനുഭവിക്കുന്നു. ഏതുപോലെ ഒരു രോഗി നല്ല സുഗന്ധമുള്ള രുചിയുള്ള ആഹാരത്തിന്റെ രുചി അനുഭവിക്കുന്നില്ലയോ, അതിനെ കയ്പുള്ളതായി മനസ്സിലാക്കുന്നുവോ? രോഗിയാണെങ്കിൽ അവരുടെ വായ കഴിക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഒരു ആഹാരത്തിന്റെയും രുചി അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ അത്തരത്തിലുള്ള ആളുകൾ അവർ ഇബാദത്തിൽ നിന്ന് ആനന്ദവും അനുഭൂതിയും അനുഭവിക്കുന്നില്ല. അവർ തങ്ങളുടെ രോഗത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതാണ്. ഇബാദത്തിൽ ആനന്ദവും അനുഭൂതിയും ലഭിക്കുന്നില്ല എങ്കിൽ അവരും രോഗിയാണ്. ഏതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു, ലോകത്ത് ഒരു വസ്തുവും തന്നെയില്ല. ഏതൊന്നിലാണോ അള്ളാഹു ഏതെങ്കിലും വിധത്തിലുള്ള അനുഭൂതി വെച്ചിട്ടില്ലാത്തത്. അള്ളാഹു മനുഷ്യനെ ഇബാദത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഇബാദത്തിൽ മനുഷ്യന് വേണ്ടി ആനന്ദവും അനുഭൂതി വെക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? തീർച്ചയായും അതിൽ അനുഭൂതിയും ആനന്ദവും ഉണ്ട്. എന്നാൽ അത് ആസ്വദിക്കുന്ന ആളുകളും ആരെങ്കിലും ഉണ്ടാകണം. അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ ഇബാദത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ ഇബാദത്തിൽ അനുഭൂതിയും ആനന്ദവും ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. ഉന്നതമായ ആനന്ദവും അനുഭൂതിയും അതിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചതിന് യാതൊരു ഉദ്ദേശവും ഇല്ലാതായിത്തീരും, അല്ലെങ്കിൽ അതിനൊരു പ്രയോജനവും ഇല്ലാതായിത്തീരും. പറയുന്നു, ഈ കാര്യം നമ്മൾ നമ്മുടെ ദിവസേനയുള്ള കാര്യങ്ങളിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കുക, ധാന്യം അതേപോലെ തന്നെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരനുഭൂതിയും ആനന്ദവും അവന് ലഭിക്കുന്നില്ലേ? ഈ രുചിക്കും സ്വാദിനുമായി അവന്റെ വായിനുള്ളിൽ ഒരു നാവ് ഉണ്ടാക്കിയിട്ടില്ലേ? ഈ മനോഹരമായ വസ്തുക്കൾ കണ്ടുകൊണ്ട് അത് സസ്യങ്ങളാകട്ടെ, ചെടികളാകട്ടെ, പഴങ്ങളോ മലയോ മനോഹരമായ വസ്തുക്കളോ
ജന്തുക്കളോ അല്ലെങ്കിൽ മനുഷ്യർ തന്നെയായാലും അതിനെ കണ്ടുകൊണ്ട് അവൻ തിരിച്ചറിയുന്നില്ലേ? തീർച്ചയായും അവൻ അത് കണ്ടുകൊണ്ടൊരാനന്ദം ഉൾക്കൊള്ളുന്നു. പറയുന്നു, ഹൃദയം മധുരമമായ ശബ്ദം ശ്രവിച്ചുകൊണ്ടും അവന്റെ കാതുകൾ അത് തിരിച്ചറിയുകയും ചെയ്യുന്നില്ലേ? ഇനി ഈ കാര്യത്തിനായി ആരാധനയിൽ ആനന്ദമുണ്ട് എന്നതിന് മറ്റു വല്ല തെളിവും ആവശ്യമുണ്ടോ? അള്ളാഹു പറയുന്നു, അവിടുന്ന് ഇതിനുശേഷം പറയുന്നു, അള്ളാഹു പറയുന്നു, നാം സ്ത്രീയെയും പുരുഷനെയും ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു, അതിലൊരു സ്നേഹമുണ്ടാക്കിയിരിക്കുന്നു. ഇതിൽ നിർബന്ധമില്ല, മറിച്ച് ഒരു അനുഭൂതി നൽകപ്പെട്ടു. ഇതിൽ ചേരിതിരിവ് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ അതിന്റെ ഉദ്ദേശത്തെ പൂർത്തിയാക്കുമായിരുന്നില്ല. അവിടുന്ന് പറയുന്നു, ശരിയായ നിലയിൽ ഇത് മനസ്സിലാക്കിയാലും ഇബാദത്ത് എന്നത് വലിയ ഭാരമോ ടാക്സോ അല്ല. ഇതിലും ഒരു ആനന്ദവും അനുഭൂതിയുമുണ്ട്. ഈ ആനന്ദവും അനുഭൂതിയും ലോകത്തിലെ മറ്റെല്ലാ ആനന്ദത്തെക്കാളും അനുഭൂതിയേക്കാളും ശാരീരിക സന്തോഷത്തെക്കാളും ഉന്നതവും ഉത്തമവുമാണ്. പറയുന്നു, ഒരു രോഗിയെപ്പോലെ അവൻ ഉത്തമവും മാധുര്യമേറിയ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് തടയപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് നിർഭാഗ്യവാനായ മനുഷ്യൻ ദൈവിക ആരാധനയിൽ നിന്നും ആനന്ദം അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇത് മനുഷ്യന്റെ ബലഹീനതയാണ്. നമസ്കാരത്തിലേക്ക് ശ്രദ്ധ നൽകുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അവൻ തടയപ്പെടുന്നു. നമസ്കാരത്തിൽ ആനന്ദം ലഭിക്കുകയുമില്ല. അതിനാൽ നമ്മൾ ആരാണ് അപ്രകാരമുള്ളത് അവർ ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥ നമസ്കാരം എപ്രകാരമാണ്, ഏത് വിധമാണ് അത് ഉണ്ടായിരിക്കേണ്ടത്, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, ഈ നമസ്കാരം എന്നത് ഇതിലൂടെ ഈ ലോകവും നന്നാകുന്നതാണ്, ദീനും നന്നാകുന്നതാണ്. എന്നാൽ അധികം ആളുകളും നമസ്കാരം നിർവഹിക്കുമ്പോൾ ഈ നമസ്കാരം ശാപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ അള്ളാഹു പറയുന്നു, ഫവൈലുൽ മുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഊൻ, അതായത് നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമസ്കരിക്കുന്നവരുടെ മേൽ ശാപമാണ്. പറയുന്നു, നമസ്കാരം എന്നത് മനുഷ്യൻ അത് അനുഷ്ഠിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള ദുഷ്ചെയ്തികൾ, ദുഷ്കർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതാണ്. ഇങ്ങനെ നമസ്കരിക്കുന്നവൻ സ്വന്തം നിയന്ത്രണത്തിലല്ല ഉണ്ടായിരിക്കുക. ഈ അവസ്ഥ അള്ളാഹുവിന്റെ സഹായത്താലും ശക്തിയാലും മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതുവരെ മനുഷ്യൻ ദുആയിൽ മുഴുകുന്നില്ലയോ അതുവരെ ഇത്തരത്തിൽ വിനയവും എളിമയും ഉണ്ടാകുകയില്ല. നമസ്കാരം നിർവഹിക്കുന്നതിനും മനുഷ്യൻ എല്ലാ തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് എത്തുവാൻ ഒരു പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തേടിയെടുക്കുന്നതിന്റെ ആവശ്യമുണ്ട്. അതിനായി വിനയവും എളിമയും നിർബന്ധമാണ്. അതിനാൽ നിങ്ങളുടെ രാവും നിങ്ങളുടെ പകലും, അവിടുന്ന് പറയുന്നു, അതിനാൽ നിങ്ങളുടെ രാവും നിങ്ങളുടെ പകലും ചുരുക്കത്തിൽ ഒരു നിമിഷവും ദുആയിൽ നിന്ന് മുക്തമായിരിക്കാൻ പാടില്ല. അതിനാൽ നമസ്കാരത്തിന്റെ ആനന്ദവും അനുഭൂതിയും കരസ്ഥമാക്കുന്നതിനായി അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം ചോദിക്കുന്നതിനായി അവന്റെ മുന്നിൽ തന്നെ കുനിയേണ്ടതിന്റെ ആവശ്യമുണ്ട്. നടക്കുമ്പോഴും പെരുമാറുമ്പോഴും അവന്റെ ദിക്ർ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. വിനയം ചോദിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഈ അവസ്ഥ മനുഷ്യൻ സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ നമസ്കാരത്തിന്റെ അനുഭൂതി ലഭിക്കുന്നതാണ്. ഇനി നമസ്കാരത്തിൽ അനുഭൂതി ലഭിക്കാത്തതിന്റെ കാരണവും മാർഗവും വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഞാൻ കാണുന്നു ആളുകൾ നമസ്കാരത്തിൽ അശ്രദ്ധരും അലസരുമാകുന്നതിന്റെ കാരണം അവർക്ക് അതിന്റെ ആനന്ദത്തെയും അനുഭൂതിയെയും കുറിച്ച് അറിവില്ല എന്നതുകൊണ്ടാണ്. അള്ളാഹു നമസ്കാരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതാണത്. അതിനുള്ള വലിയ കാരണം ഇതാണ്. പട്ടണത്തിലും ഗ്രാമത്തിലുമുള്ളവർ കൂടുതൽ അലസത കാണിക്കുന്നു. ജനങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് താമസിക്കുന്നവർ അവർ ഇങ്ങനെ വളരെ തിരക്കിലാണുള്ളത്. അവർ തങ്ങളുടെ ജോലി കാരണം ഇതിലും കൂടുതൽ അലസത കാണിക്കുന്നു. പറയുന്നു, 100-ൽ 50 പേർ യഥാർത്ഥ സത്യസന്ധതയോടും യഥാർത്ഥ അനുരക്തിയോടും തന്റെ യജമാന്റെ മുന്നിൽ കുനിയുന്നില്ല. പിന്നീടുണ്ടാകുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇവർക്ക് ഈ ആനന്ദത്തെക്കുറിച്ച് അറിവില്ല? ഒരിക്കലും തന്നെ ഇവർ ഈ രുചി നുകരുന്നുമില്ല. മറ്റു മതങ്ങളിൽ ഇത്തരത്തിലുള്ള കൽപ്പനയില്ല. മറ്റു മതസ്ഥരിൽ കൃത്യമായി ആരാധന ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള കൽപ്പനകളില്ല. പറയുന്നു, ചിലപ്പോൾ ഇപ്രകാരമുണ്ടാകുന്നു, നാം നമ്മുടെ ജോലിയിൽ അകപ്പെട്ടു പോകുന്നു. ബാങ്ക് നൽകുന്നയാൾ ബാങ്ക് കൊടുക്കുന്നു. പിന്നെ അത് അവർ കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയം അത് കേട്ട് വേദനിക്കുന്നു. ഈ ആളുകൾ വലിയ നിർഭാഗ്യരാണ്. ബാങ്ക് കൊടുത്തു, ബാങ്കിൽ നിന്ന് ചെവികളെ മറക്കുന്നു.
നമസ്കാരത്തിന്റെ സമയമായി അതിലേക്ക് ശ്രദ്ധ നൽകുന്നില്ല. പറയുന്ന ഈ ആളുകൾ വലിയ നിർഭാഗ്യരാണ്. ചില ആളുകൾ ആ മജ്‌ലിസിൽ ഇരിക്കുന്നവരാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. അവരുടെ കടകൾ നോക്കുക, മസ്ജിദിന്റെ താഴ്ഭാഗത്താണുള്ളത്. ഒരിക്കലും തന്നെ വന്ന് ഇവിടെ നിൽക്കുന്നില്ല, നമസ്കാരത്തിനായി പോകുന്നില്ല. പറയുന്നു, ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിനോട് തികഞ്ഞ വിനയത്തോടെ ഒരു ആവേശത്തോടെ ഈ ദുആ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഏതുപോലെ പഴങ്ങളിലും മറ്റു വസ്തുക്കളിലും നൽകിയിരിക്കുന്ന സ്വാദ് പോലെ ഇബാദത്തിന്റെയും നമസ്കാരത്തിന്റെയും മാധുര്യം ഒരു തവണ നുകരാൻ അവസരം നൽകിയാലും തിന്നുന്നത് ഓർമ്മയിരിക്കുന്നതാണ്. അവിടുന്ന് പറയുന്നു, ഭക്ഷിക്കുന്നത് ഓർമ്മയിരിക്കുന്നതാണ്. നോക്കുക, ഒരു മനുഷ്യന് ഏതെങ്കിലും മനോഹരമായ വസ്തുവിനെ സന്തോഷത്തോടെ നോക്കുന്നുവോ അത് അവന് നല്ല ഓർമ്മയുണ്ടാവുന്നതാണ്. പിന്നെ മറ്റേതെങ്കിലും വൃത്തിശൂന്യമായ വിരൂപമായ വസ്തുവിനെ കാണുമ്പോഴും അതിന്റെ രൂപവും അവന്റെ മുന്നിൽ വരുന്നതാണ്. എന്നാൽ യാതൊരു ബന്ധവുമില്ല എങ്കിൽ ഒന്നും തന്നെ ഓർമ്മ ഉണ്ടാകുകയില്ല. സുന്ദരവും വിരൂപവും മനുഷ്യന് ഓർമ്മയിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ അത് നോക്കിക്കാണുന്നത് കൊണ്ടാണ്. എന്നാൽ യാതൊരു ബന്ധവുമില്ല എങ്കിൽ അതിൽ യാതൊരു പ്രത്യേകതയും ഉണ്ടാകുന്നതല്ല, ഒന്നും തന്നെ ഓർമ്മയുണ്ടാകുന്നതല്ല. പറയുന്നു, ഇതുപോലെ നമസ്കരിക്കാത്തവരുടെ മുന്നിൽ നമസ്കാരം ഒരു ഭാരമാകുന്നു. രാവിലെ എഴുന്നേറ്റ് തണുപ്പത്ത് വുളൂ ചെയ്ത് വിശ്രമവേള ഉപേക്ഷിച്ച് വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അത് നിർവഹിക്കേണ്ടി വരുന്നു. യഥാർത്ഥ വസ്തുത ഇതാണ്, തിരിച്ചറിവാണ് ഇത്. പറയുന്നു, യഥാർത്ഥ വസ്തുത അത് ഒരു തിരിച്ചറിവാണ്, അത് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. നമസ്കാരത്തിലുള്ള ഈ ആനന്ദവും അഭിരുചിയും അവൻ അറിയുന്നില്ല. എന്ത് ആനന്ദവും സംതൃപ്തിയുമാണ് നമസ്കാരത്തിലുള്ളതെന്ന് അവൻ അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമസ്കാരത്തിന്റെ ആനന്ദം അവന് ലഭിക്കുക? അവിടുന്ന് പറയുന്നു, ഞാൻ കാണുന്നു ഒരു മദ്യപാനി ലഹരി കഴിക്കുന്ന ഒരു വ്യക്തിക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല എങ്കിൽ അവൻ ആ ഗ്ലാസ് ഒന്നിനു പകരം ഒന്നായി കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതുവരെ അവൻ ആഗ്രഹിക്കുന്ന ലഹരി ഉണ്ടാകുന്നതാണ് അതുവരെ. ബുദ്ധിമാനും തിരിച്ചറിവുള്ള ആ മനുഷ്യനും ഈ കാര്യത്തിൽ നിന്ന് പ്രയോജനമെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമസ്കാരത്തിൽ തുടർച്ച ഉണ്ടാക്കുക, ഏതുവരെ അനുഭൂതി ഉണ്ടാകുന്നില്ലയോ അതുവരെ കൃത്യത പാലിക്കുക, നമസ്കരിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹുവേ, എനിക്ക് നമസ്കാരത്തിൽ നീ മറ്റു വസ്തുക്കൾ നൽകിയിരിക്കുന്ന ആനന്ദവും അനുഭൂതിയും പ്രദാനം ചെയ്താലും പറയുന്നു അതിൽ തുടർച്ച ഉണ്ടാകുകയും നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. ഏതുവരെ അവന് സന്തോഷമുണ്ടാകുന്നില്ലയോ, ഒരു സംതൃപ്തി അവനുണ്ടാകുന്നില്ലയോ, ആനന്ദമുണ്ടാകുന്നുവോ അതിനെ നേടിയെടുക്കുക എന്നത് അവന്റെ പ്രധാന ലക്ഷ്യമായി മാറുന്നു. തന്റെ ഹൃദയത്തിൽ നമസ്കാരത്തിലെ ആനന്ദം നേടിയെടുക്കുന്നതാക്കി തീർക്കുക. എല്ലാ ശക്തിയും ഇക്കാര്യത്തിനായി സമർപ്പിക്കുക. എനിക്ക് നമസ്കാരത്തിൽ ആനന്ദം ലഭിക്കണം, നമസ്കാരത്തിൽ അനുഭൂതി ഉണ്ടാവണം. പറയുന്നു, പിന്നീട് ഹൃദയ സാന്നിധ്യത്തോടെയും ആവേശത്തോടെയും ചുരുങ്ങിയത് മദ്യപാനിയുടെ ഹൃദയാവസ്ഥയ്ക്ക് തുല്യമായ നിലയിൽ ആ അനുഭൂതി ഉണ്ടാക്കുന്നതിനായി ആ ഒരു ദുആ ഉണ്ടായിരിക്കണം. അവിടുന്ന് പറയുന്നു, ഒരു ദുആ ഉണ്ടെങ്കിൽ, ഒരു സന്തോഷമുണ്ടെങ്കിൽ, ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ പറയുന്നു ഈ ആനന്ദം ലഭിക്കുന്നതാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ പറയുന്നത് സത്യമാണ്, തീർച്ചയായും ആ അനുഭൂതി കരസ്ഥമാകുന്നതാണ്. അവിടുന്ന് പറയുന്നു, പിന്നീട് നമസ്കരിക്കുന്ന വേളയിൽ ആ പ്രയോജനങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഏതാണ് അതുമൂലം ലഭിക്കുന്നത്? നന്മകൾ മുന്നിലുണ്ടായിരിക്കേണ്ടതാണ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിഅ, പറയുന്ന നന്മകൾ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ്. അള്ളാഹുവാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഈ നന്മകളെയും അനുഭൂതികളെയും മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. സാത്വികരുടെയും നന്മയുള്ളവരുടെയും നമസ്കാരം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ കാര്യം, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിഅ, അതായത് നന്മകൾ അല്ലെങ്കിൽ നമസ്കാരം തിന്മകളെ വിദൂരപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നമസ്കാരം എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ്. നാം കാണുന്നു ചില ആളുകൾ നമസ്കാരം നിർവഹിച്ചിട്ടും പിന്നീടും തിന്മകൾ ചെയ്യുന്നു. ഇതിനുള്ള ഉത്തരം ഇതാണ്, അവർ നമസ്കാരം നിർവഹിക്കുന്നു, എന്നാൽ അതിൽ ആത്മാവ് ഹൃദയ സാന്നിധ്യം ഉണ്ടാകുകയില്ല, അതിൽ ആത്മാവ് ഉണ്ടാകുന്നില്ല. പറയുന്നു, അവർ വെറും ആചാരത്തിന്റെയും ശീലത്തിന്റെയും അടിസ്ഥാനത്തിൽ കുത്തിമറിയുകയാണ്. അവരുടെ ആത്മാവ് മറച്ചിരിക്കുന്നു. അല്ലാഹു ഇവിടെ നമസ്കാരത്തിന്റെ നാമം ഹസനാത്ത് എന്ന് വെച്ചിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന സലാത്ത് എന്ന പദമല്ല, എന്നാൽ അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഇതിന് കാരണം ഇതാണ്, നമസ്കാരത്തിന്റെ പ്രത്യേകതയിലേക്കും സൗന്ദര്യത്തിലേക്കും മനോഹാരിതയിലേക്കും സൂചന നൽകുന്നതിന് വേണ്ടിയാണ്. ആ നമസ്കാരങ്ങൾ തിന്മകളിൽ നിന്ന് മോചനം നൽകുന്നതാണ്. അത് അതിന്റെ ഉള്ളിൽ ഒരു സത്യത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്നു.
നമസ്കാരം തന്റെ ഉള്ളിൽ ഒരാത്മാവ് വെച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് പരിരക്ഷിക്കുന്നു. അനുഗ്രഹങ്ങളുടെ സ്വാധീനം അതിലുണ്ടാകുന്നു. നമസ്കാരം തീർച്ചയായും തിന്മകളെ വിദൂരപ്പെടുത്തുന്നു. പറയുന്ന നമസ്കാരം എന്നാൽ പ്രതിക്രിയകളുടെ പ്രത്യേകപ്പെടുത്തിയ നാമമല്ല. അതായത് ഇരിക്കുക, എഴുന്നേൽക്കുക എന്നതിന്റെ പേരല്ല. നമസ്കാരത്തിന്റെ കേന്ദ്രം ആത്മാവ്, അത് ദുആയാണ്. ഒരു ആനന്ദവും സന്തോഷവും അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. നമസ്കാരത്തിന്റെ ആത്മാവും ലക്ഷ്യവും ലഭിക്കുന്നതിനായി എപ്രകാരമാണ് പരിശ്രമിക്കേണ്ടത് ഇതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നു. നമസ്കാരത്തിലെ ക്രിയകൾ, ഖിയാം, റുകൂ, സുജൂദ്, ഖഅദ, ഈ എല്ലാ അവസ്ഥകളും ഇതെല്ലാം നമസ്കാരത്തിൽ വെച്ചിരിക്കുന്നത് ഈ ലക്ഷ്യത്തെയും ആത്മാവിനെയും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ്. അവിടുന്ന് പറയുന്നു, നമസ്കാരത്തിലെ ക്രിയകൾ യഥാർത്ഥത്തിൽ ആത്മീയ പ്രതിക്രിയകളുടെ പ്രതീകങ്ങളാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടതായി വരുമ്പോൾ ഖയാം എന്നാൽ സേവക മര്യാദയിൽപ്പെട്ടതാണ്. അതായത് സേവനം ചെയ്യുന്നയാൾ ഏതെങ്കിലും വലിയ മനുഷ്യന്റെ മുന്നിൽ പോകുമ്പോൾ ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. നമസ്കാരത്തിലുള്ള ഖയാം അത് ബഹുമാനത്തിന്റെ അടയാളമാണ്. മറ്റൊരു ഭാഗമാണ് റുക്കൂ. പറയുന്നത് സമ്മതമാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് എന്നതിനു വേണ്ടി മാത്രം കഴുത്ത് കുനിക്കണം എന്നാണ്. സുജൂദ് മര്യാദയുടെ പൂർത്തീകരണമാകുന്നു, അർപ്പണത്തിന്റെ ഔന്നിത്യമാകുന്നു, ആരാധനയുടെ ലക്ഷ്യമായി പറയുന്നു അഹന്തയില്ലായ്മ. സുജൂദ് മനുഷ്യൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങേയറ്റം വിനയവും എളിമയും അർപ്പണവും എന്നീ അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ആരാധനകളുടെ ലക്ഷ്യം. ഞാൻ അള്ളാഹുവിന് വേണ്ടി തലകുനിക്കുകയാണ് പറയുന്നു. ഈ മര്യാദയും വിനയവുമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതിനാണ് ഈ കാര്യങ്ങൾ നിർണയിച്ചിട്ടുള്ളത്. ശരീഅത്തിന് ആത്മീയ അവസ്ഥയിൽ പങ്കാളിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതുപോലെ പ്രത്യക്ഷ നിലയിൽ മനുഷ്യൻ ഈ ആദരവ് പൂർത്തിയാക്കുമ്പോൾ ആന്തരികമായ ആത്മീയ നിലയിലും അനുഭൂതിയും ആനന്ദവും ഈ രീതിയിൽ അവന് ലഭിക്കുന്നതാണ്. ഈ രീതിയിൽ ആദരവ് നിർവഹിക്കപ്പെടുന്നതാണ്. ഹൃദയം ഇത്തരത്തിൽ ഖിയാം, റുകൂ, സുജൂദ് എന്നിവ ചെയ്യേണ്ടതാണ്. പറയുന്നു പ്രധാനമായ ഒരു ലക്ഷ്യത്തിനായി പ്രത്യക്ഷ നിലയിൽ ഒരു ചെറിയ രീതി അവലംബിച്ചിരിക്കുന്നു. ഇനി ഒരു പക്ഷേ പ്രത്യേക രീതി ആത്മീയവും ആന്തരികവുമായ രീതിയുടെ പ്രതിബിംബമാണ്. വെറും അനുകരണ മനോഭാവത്തോടുകൂടി അനുഗമിക്കുകയാണെങ്കിൽ, വെറുതെ കൈകെട്ടി കുത്തിമറിഞ്ഞ് സുജൂദ് ചെയ്ത് വെറും അനുകരിച്ചുകൊണ്ടിരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് പറയുന്നു, ഇതിനെ ഒരു ഭാരമായി കണ്ട് ഇറക്കി വലിച്ചെറിയാൻ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, അതിൽ എന്ത് ആനന്ദവും അനുഭൂതിയുമാണ് ലഭിക്കുക? ഏതുവരെ ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നില്ലയോ അതുവരെ അതിലേക്ക് ശ്രദ്ധ തന്നെ ഉണ്ടാകുകയില്ല. ആനന്ദം എന്താണെന്ന് പോലും അറിയുകയില്ല. നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. പറയുന്നു ആത്മാവും പൂർണ്ണ ശ്രദ്ധയോടും ആദരവോടും അനുസരണത്തോടും അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോഴാണ് ഈ ആനന്ദം ലഭിക്കുക. അതിനാൽ ആത്മാവും അതേ രീതിയിൽ സുജൂദ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ കുനിയേണ്ടതാണ്. ഏതുപോലെ മനുഷ്യന്റെ ശരീരം സുജൂദ് ചെയ്യുന്നു, നാവ് സംസാരിക്കുമ്പോൾ ആത്മാവും സംസാരിക്കണം. ഏത് പദങ്ങളാണ് നാവ് ഉരിയാടുന്നത് അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പദങ്ങളായിരിക്കണം. പറയുന്നു അതിലൊരു ആനന്ദവും അഭിരുചിയും പ്രകാശവും സമാധാനവും ലഭിക്കുന്നതാണ്. പറയുന്നു ഞാൻ ഈ കാര്യത്തെ ഒന്നുകൂടി തുറന്നെഴുതാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ എത്ര അവസ്ഥകൾ പരിണമിച്ചാണ് മനുഷ്യനായിത്തീരുന്നത്. അതായത് ചെറിയ ബീജം, അതിനു മുമ്പ് വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് അവന്റെ രൂപം, പിന്നീട് ബീജം, അതിനുശേഷം വിവിധങ്ങളായ അവസ്ഥകൾക്ക് ശേഷം കുഞ്ഞാകുന്നു, പിന്നെ യുവാവ്, വൃദ്ധൻ. ഈ ലോകത്ത് അങ്ങനെ എല്ലാ അവസ്ഥകളിലൂടെയും വിവിധങ്ങളായ സമയങ്ങളിലായി അവൻ മാറിക്കടന്നു വന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിപാലനത്തെ തിരിച്ചറിയേണ്ടതാണ്. ആ ചിത്രം എല്ലായ്പ്പോഴും മുന്നിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അവൻ റബ്ബൂബിയത്തിന് തുല്യനായിക്കൊണ്ട് തന്റെ ഉബൂദിയത്തിനെ സമർപ്പിക്കുന്നു. ഈ കാര്യവും മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ ജന്മം കൊണ്ടു, എങ്ങനെ വിവിധ അവസ്ഥകൾ മാറിക്കടന്നു, എങ്ങനെ വലുതായി, എങ്ങനെ അള്ളാഹു അവനെ പരിപാലിക്കുകയും വളർത്തുകയും ചെയ്തു, അപ്പോഴാണ് ശരിയായ കടമ നിറവേറ്റുക എന്ന ചിന്ത മനുഷ്യനുണ്ടാകുകയും അത് നിറവേറ്റുകയും ചെയ്യപ്പെടുന്നത്. പറയുന്നു ചുരുക്കത്തിൽ നമസ്കാരത്തിലെ ആനന്ദവും അഭിരുചിയും പരിപാലനത്തിന്റെയും ദാസത്വത്തിന്റെയും പരസ്പര ബന്ധത്തിലൂടെയാണ് ലഭ്യമാകുക. ഏതുവരെ സ്വയം നാം പരസ്പര സാദൃശ്യം ഉൾക്കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യവും പരിജ്ഞാനവും കരസ്ഥമാക്കുന്നില്ലയോ, പരിപാലനത്തിന്റെ യഥാർത്ഥ ബന്ധം ഉണ്ടാകുന്നില്ലയോ, അയാളുടെ മേൽ അനുഗ്രഹത്തിന്റെ പാവന സ്പർശമുണ്ടാകുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനമെടുക്കണമെങ്കിൽ
പരിപൂർണ ദാസത്വം ഉണ്ടാക്കിയെടുക്കേണ്ടതായി വരുന്നതാണ്. പറയുന്നു, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉന്നത നിലയിലുള്ള ആനന്ദമാണ് കൈവരിക്കാൻ സാധിക്കുക. ഇതിനേക്കാൾ ഉയർന്ന ഒരു പരിധിയുമില്ല. ഈ സ്ഥാനത്ത് മനുഷ്യന്റെ ആത്മാവ് ഒന്നുമല്ലാത്ത അവസ്ഥയായി തീരുന്നു. അള്ളാഹുവിലേക്ക് ഒരു അരുവി കണക്കി അവൻ ഒഴുകിപ്പോകുന്നതാണ്. അള്ളാഹുവിനോട് പരിപൂർണ ബന്ധമുണ്ടായിത്തീരുന്നതാണ്. അള്ളാഹു അല്ലാതെ മറ്റെല്ലാ വസ്തുക്കളുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്നതാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ സ്നേഹം അവനിൽ വർഷിക്കാൻ തുടങ്ങുക. ഈ രണ്ട് ആവേശങ്ങളും, മുകളിൽ നിന്ന് റുബൂബിയത്തും ആവേശം കൊള്ളുന്നു, താഴ്ഭാഗത്ത് നിന്ന് ഉബൂദിയത്തിന്റെ ആവേശവും ഉണ്ടാകുന്നു. അപ്പോൾ ഒരു അസാധാരണമായ ബന്ധം അവിടെ സംജാതമാകുന്നു. ഇത്തരത്തിലുള്ള ആത്മീയ ബന്ധമുണ്ടായാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തും ആവേശം കാണിക്കാൻ തുടങ്ങുന്നു, മനുഷ്യന്റെ അബൂദിയത്തും ഒരു ആവേശം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ അവിടുന്ന് പറയുന്നു, അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നു. അതിന്റെ പേരാണ് നമസ്കാരം. ഈ പ്രത്യേകമായ അവസ്ഥയുടെ പേരാണ് നമസ്കാരം. റബൂബിയത്തിന്റെയും ഉബൂദിയത്തിന്റെയും കൂടിച്ചേരൽ മൂലം ഉണ്ടാവുന്നതാണ്. പറയുന്നു, ഇതിന്റെ പേരാണ് നമസ്കാരം. തിന്മകളെ ഭസ്മമാക്കി കളയുന്നു. ഇത്തരത്തിലുള്ള നമസ്കാരമാണെങ്കിൽ, ഇത്തരത്തിലുള്ള സ്വലാത്താണെങ്കിൽ അള്ളാഹു പറയുന്നു, തിന്മകൾ അവസാനിക്കുന്നതാണ്. തിന്മകൾ അവസാനിച്ച് അതിനെ എരിയിച്ചു കളയുന്നു. അതിന്റെ സ്ഥലത്ത് ഒരു പ്രകാശവും ഒരു തിളക്കവും ഉപേക്ഷിക്കപ്പെടുന്നതാണ്. അത് വിപത്തുകളുടെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസരത്തിൽ ഒരു ജ്വലിക്കുന്ന വിളക്കിന്റെ രൂപത്തിൽ സഹായിക്കുന്നതാണ്. ഒരു ടോർച്ച് ലൈറ്റിന്റെ ജോലി നിർവഹിക്കുന്നതാണ്. എല്ലാ ഓരോരുത്തരുടെയും പാതയിലുള്ള കല്ലും മുള്ളും കുഴികളും ദൃശ്യയോഗ്യമാക്കുന്നതാണ്. അതായത് വ്യക്തമായ നിലയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ അവസ്ഥയാണ് ഇന്നസ്സലാത്ത തൻഹാനിൽ ഫാഷായി വൽ മുൻകർ. അതിന്റെ പ്രതിഭാസം അയാളിൽ ഉണ്ടാകുന്നു. അയാളുടെ കയ്യിലല്ല, ഹൃദയത്തിൽ ഒരു പ്രകാശിതമായിട്ടുള്ള തിരുനാളം ഉണ്ടാകുന്നതാണ്. നമസ്കാരം തിന്മകളിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും തടയുന്നതാണ്. പറയുന്നു, അവന്റെ ഹൃദയത്തിൽ ആ നേരത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്കുണ്ടാകുന്നു. ഈ സ്ഥാനം പൂർണ്ണമായ വിനയവും പൂർണ്ണമായ ദാസത്വവും പരിപൂർണമായ സമർപ്പണവും പരിപൂർണ അനുസരണത്തിലൂടെയുമാണ് ലഭ്യമാകുന്നത്. പറയുന്നു, എന്തുകൊണ്ടാണ് തിന്മകളിൽ നിന്ന് മോചനം ലഭിക്കുന്നത്? ഈ അവസ്ഥ ഉണ്ടാകുമ്പോൾ തിന്മ എങ്ങനെ ചെയ്യാൻ സാധിക്കും? തിന്മയെക്കുറിച്ചുള്ള ചിന്ത പോലും അവനുണ്ടാകുകയില്ല. പറയുന്നു, വ്യർത്ഥമായ കാര്യത്തിലേക്ക് അവന്റെ ദൃഷ്ടി ഉയരുകയില്ല. ചുരുക്കത്തിൽ അവന് ലഭിക്കുന്ന ആനന്ദവും അനുഭൂതിയും എങ്ങനെ വിവരിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നീട് ഇതിനെ വിശദീകരണം നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, ഒരു ആത്മാഭിമാനിയായ ഒരു വിശ്വാസി എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമായിരിക്കും കുനിയുക. അങ്ങനെയാണ് വേണ്ടത്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു അവസ്ഥയിലും തന്റെ പ്രതീക്ഷയുടെ കേന്ദ്രസ്ഥാനമായി വിചാരിക്കരുത്. അവിടുന്ന് പറയുന്നു, ഇക്കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. നമസ്കാരം എന്നതിന്റെ യഥാർത്ഥ അർത്ഥത്തിലുള്ള നമസ്കാരം അത് ദുആയിലൂടെയാണ് ലഭിക്കുക. അതായത് നമസ്കാരം ലഭിക്കുന്നതിന് ദുആയിലൂടെയാണ് ലഭിക്കുക. അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് വിശ്വാസിയുടെ പ്രകൃതത്തിന് ഘടകവിരുദ്ധമാണ്. കാരണം അതിനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണുള്ളത്. ഏതുവരെ മനുഷ്യൻ പൂർണ്ണമായ നിലയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ, അവനോട് തന്റെ ആവശ്യങ്ങളോ ഉന്നയിക്കുന്നില്ലയോ, മനസ്സിലാക്കിക്കൊള്ളുക, യഥാർത്ഥ നിലയിൽ അവന് സത്യസന്ധമായ മുസ്ലിമും മുഅ്മിനുമാണെന്ന് പറയാൻ ഒരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഇതാണ്. അവന്റെ എല്ലാ ശക്തിയും അത് പ്രത്യക്ഷമായാലും പരോക്ഷമായാലും എല്ലാം തന്നെ അള്ളാഹുവിന്റെ മടിത്തട്ടിൽ നമിക്കുന്നതായിരിക്കണം. ഏതെന്നാൽ ഒരു യന്ത്രം വിവിധ കാര്യങ്ങൾ, വിവിധ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്നത് പോലെ ഏതുപോലെ മനുഷ്യൻ തന്റെ എല്ലാ പ്രവൃത്തിയും എല്ലാ ചലനമടക്കങ്ങളും ഈ പരിപൂർണ ശക്തിയുടെ യന്ത്രത്തിൽ ബന്ധിപ്പിക്കുന്നില്ല എങ്കിൽ അവൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ സാധിക്കുക? അവൻ സ്വയം വജ്ജഅതു വജ്ഹിയല്ലദീ ഫതറസ് സമാവാതി വൽ അർള എന്ന് പറയുന്ന നേരത്ത് യഥാർത്ഥ ഹനീഫാണെന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുക? ഏതുപോലെ നാവ് കൊണ്ട് പറയുന്നു അതുപോലെ അതിലേക്ക് ശ്രദ്ധയും ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും അള്ളാഹുലേക്ക് തിരിയണം എന്ന് പറയുന്ന ഈ പ്രതിജ്ഞ വെളിപ്പെടുത്തുന്നത് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുകയും ചെയ്യുക. അതുകൊണ്ട് എല്ലാ ശ്രദ്ധയും അവനിലേക്ക് ആയിരിക്കേണ്ടതാണ്. പറയുന്നു, അത്തരം അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സംശയം വിന അവൻ മുസ്ലിമാകുന്നു. അപ്പോൾ തീർച്ചയായും അവൻ മുസ്ലിമാകുന്നു, അവൻ സത്യവിശ്വാസിയുമാകുന്നു, ഹനീഫുമാകുന്നു. ഇനി ഏതൊരു വ്യക്തിയാണ് അള്ളാഹുവിനെ അല്ലാതെ
അന്യ ദൈവങ്ങളോട് ചോദിക്കുന്നത്, അവിടെ കുനിയുകയും ചെയ്യുന്നത് അവർ ഓർത്തുകൊള്ളുക വലിയ നിർഭാഗ്യതയാണ്, വലിയ നഷ്ടവുമാണ്. അവന്റെ മേൽ മരണം വരുന്നതാണ്. ഒരു നാവ് കൊണ്ട് പ്രകടമാക്കുന്നതിലൂടെയല്ല, അള്ളാഹുവിലേക്ക് കുനിയേണ്ടതാണ്. പറയുന്നു, നമസ്കാരം ഉപേക്ഷിക്കുന്ന ശീലത്തിനും അലസതയ്ക്കുമുള്ള ഒരു കാരണം ഇതുമാണ്. മനുഷ്യൻ അന്യ ദൈവങ്ങളുടെ മുന്നിൽ കുനിയുമ്പോൾ ആത്മാവിന്റെയും ഹൃദയത്തിന്റെയും ശക്തി ഒരു വൃക്ഷത്തെ പോലെയാണ്. അതിനെ ചെറുപ്പത്തിൽ തന്നെ ഒരു വശത്തേക്ക് ചരിച്ചു വളർത്തുകയാണെങ്കിൽ ആ വശത്തേക്ക് ചരിഞ്ഞു വളരുന്നതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമസ്കാരം നിർവഹിക്കുന്നതിൽ വീഴ്ചയും അശ്രദ്ധയും ബലഹീനതയും കാണിക്കുമ്പോൾ, മടി കാണിക്കുമ്പോൾ, അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരോട് ചരിക്കുമ്പോൾ അത് അധികമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെട്ടു പോകുന്നതാണ്. ഒരു വശത്തേക്ക് ചരിഞ്ഞു വെച്ചിരിക്കുന്ന വൃക്ഷത്തെ പോലെ അത് പിന്നീട് ആ വശത്തേക്ക് വളരുന്നതാണ്. പറയുന്നു, അള്ളാഹുവിൽ നിന്നും ഒരു കാഠിന്യവും അവന്റെ ഹൃദയത്തിലൂടെ എടുത്ത് അവന്റെ ഹൃദയത്തെ കരിക്കല്ലാക്കി തീർക്കുന്നു. ഏതുപോലെ ഒരു വശത്തേക്ക് ചരിഞ്ഞു വളരുന്ന ശാഖയെ പോലെ അത് മറുവശത്തേക്ക് തിരിയുകയില്ല. ഇത്തരത്തിൽ അവന്റെ ഹൃദയവും ആത്മാവും അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് വളരെ ഭയാനകവും ഹൃദയത്തെ വിറകൊള്ളിക്കുന്നതുമായ കാര്യമാണ്. മനുഷ്യൻ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യരോട് ചോദിക്കുക. അതിനാലാണ് നമസ്കാരത്തിന്റെ സംവിധാനം കൃത്യനിഷ്ഠതയും വളരെ നിർബന്ധമായിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഒരു ഏകദൈവത്തിന്റെ മാർഗത്തിലേക്ക് നിലകൊള്ളുക, അള്ളാഹുവിലേക്ക് കുനിയണമെന്ന ചിന്ത ഉണ്ടാവണം. പിന്നെ പതുക്കെ പതുക്കെ അവൻ സ്വയം അതിൽ വളരുന്നതാണ്. അങ്ങനെ പൂർണ്ണമായ ആത്മസമർപ്പണത്തിലേക്ക് വന്നുകൊണ്ട് ഒരു അനുഭൂതിയും പ്രകാശത്തിനും അവകാശിയായിത്തീരുന്നു. എല്ലാ വസ്തുക്കളിൽ നിന്നും അകൽച്ചുണ്ടാകുന്നു, വിച്ഛേദിക്കപ്പെടുന്നു, അള്ളാഹുലേക്ക് മാത്രമായി കുനിയുന്നു. അപ്പോൾ മനുഷ്യന് ഒരു പ്രകാശം ലഭിക്കുന്നു, ഒരു അനുഭൂതി കരഗതമാകുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ ഈ കാര്യത്തെ വീണ്ടും ഒരു താക്കീതോടുകൂടി പറയുകയാണ്. എനിക്ക് ഖേദമുണ്ട്. ദൈവേതരങ്ങളോട് കുനിയുക എന്ന തിന്മയെ വിവരിക്കുന്നതിനായി എനിക്ക് പകരം വാക്കുകൾ കിട്ടുന്നില്ല. ജനങ്ങളുടെ മുന്നിൽ പോയി തന്റെ ആവശ്യങ്ങൾ ചോദിക്കുക എന്നത് അള്ളാഹുവിനെ ജ്വലിപ്പിക്കുന്നതാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ്. അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുക, വിദൂരത്തേക്ക് അത് തള്ളിയിടുകയും ചെയ്യുന്നതാണ്. ഞാൻ മുഴുവാക്കിൽ ഇത് വിവരിക്കാം. ഇക്കാര്യം ഇപ്രകാരമാണ്, ശരിയായ നിലയിൽ മനസ്സിലാവുന്നതുമാണ്. ഒരു പുരുഷന്റെ അഭിമാനവും അന്തസ്സും തന്റെ ഭാര്യയെ അന്യപുരുഷനുമായി ബന്ധം വെക്കുന്നത് കണ്ടു നിൽക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കുകയില്ല. ഏതുപോലെ ആ അവസ്ഥയിൽ പുരുഷനാ സ്ത്രീയെ വദാഹയാണെന്ന് കരുതുന്നുവോ, ചില സന്ദർഭങ്ങളിൽ ഈ അവസ്ഥയും സംജാതമാകുന്നു. ഈ ഒരു ആവേശവും ബന്ധവുമാണ് ഏകദൈവമായി ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹുവിന് വലിയ അഭിമാനമാണ് ഇക്കാര്യത്തിലുള്ളത്. ദാസത്വവും അർത്ഥനയും ഇതിന് തുല്യമായിട്ടുള്ളതാണ്. അതിനാൽ അതിന് തുല്യമായിട്ടുള്ളതാണ്. ഉബൂദിയത്തും പ്രത്യേകമായ ദുആയും അത് ചെയ്യേണ്ടതാണ്. അവൻ ഒരിക്കലും മറ്റുള്ളവരെ ആരാധ്യ വസ്തുവാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിളിക്കുന്നത്. അതുകൊണ്ട് ശരിയായ നിലയിൽ ഓർമ്മ വെക്കുക, വീണ്ടും ഓർമ്മ വെക്കുക. ദൈവേതരങ്ങളുടെ മുന്നിൽ കുനിയുക എന്നത് അള്ളാഹുവിൽ നിന്നുള്ള വിച്ഛേദനമാകുന്നു. നമസ്കാരം, തൗഹീദ് എന്തു തന്നെ പറഞ്ഞാലും ശരി, തൗഹീദിന്റെ പ്രവർത്തന രൂപമാണ് നമസ്കാരം. അതിൽ എളിമയും വിനയവും ദാസത്വത്തിന്റെ ആത്മാവും ഇല്ലെങ്കിൽ അതിൽ ഒരു അനുഗ്രഹവും പ്രയോജനവും ഉണ്ടാകില്ല. പിന്നീട് നമസ്കാരത്തിൽ അനാവശ്യ ചിന്തകൾ ഉണ്ടാകുന്നതിന്റെ കാരണം പറയുന്നു. ചിലർ പറയുന്നു വിവിധ ചിന്തകൾ ഉണ്ടാകുന്നു, വിചാരങ്ങൾ ഉണ്ടാകുന്നു. പറയുന്നു, അല്ലാഹുവിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ ആർക്കാണ് ഉണ്ടാകാത്തത്, അവർക്കാണ് നമസ്കാരത്തിൽ ചിന്തകളും വിചാരങ്ങളും ഉണ്ടാവുന്നത്. നോക്കുക, ഒരു തടവുപുള്ളി എപ്പോഴാണ് ന്യായാധിപന്റെ മുന്നിൽ നിൽക്കുന്നത്, ആ സമയം അവന്റെ ഹൃദയത്തിൽ അന്യചിന്തയും വിചാരവും നുഴഞ്ഞു കയറുമോ? ഒരു ജയിൽ പുള്ളി ജഡ്ജിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ചിന്ത പോലും അവന്റെ മനസ്സിലുണ്ടാകുകയില്ല. നിങ്ങൾക്കും ഈ ഉദാഹരണമാണ്. ഒരിക്കലും അവന്റെ മനസ്സിൽ അന്യചിന്തകൾ ഉണ്ടാകുകയില്ല. പരിപൂർണമായും ന്യായാധിപനിലേക്കായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ന്യായാധിപൻ എന്ത് വിധിയാണ് കേൾപ്പിക്കുന്നതായിരിക്കും എന്ന വിചാരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അവൻ അപ്പോൾ തന്റെ രൂപത്തെ കുറിച്ചുപോലും അശ്രദ്ധനായിരിക്കും. ഏതുപോലെ സത്യസന്ധമായ ഹൃദയത്തിൽ മനുഷ്യൻ അള്ളാഹുവിലേക്ക് കുനിയുമ്പോൾ, സത്യസന്ധമായ ഹൃദയത്തോടെ അവന്റെ മടിത്തട്ടിലേക്ക് വീഴുമ്പോൾ, അപ്പോൾ എങ്ങനെയാണ് ശൈത്താന് ദുർബോധനം ഉണ്ടാക്കാൻ സാധിക്കുക? നമസ്കാരത്തെ എന്തിനു വേണ്ടി സംരക്ഷിക്കണം? നമസ്കാരം എന്തിനു വേണ്ടി നിർവഹിക്കണം? അള്ളാഹുവിന് നമ്മുടെ ഇബാദത്തുകളുടെ ആവശ്യമുണ്ടോ? അധികം ആളുകളുടെ ഹൃദയത്തിലും ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്നു. ഇക്കാലത്ത് പ്രകൃതിവാദികളുടെ വാക്കുകൾ കേട്ട് ഈ ചോദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു സ്വയാശ്രയനാണ്, അവന് നമ്മുടെ ഇബാദത്തുകളുടെ ആവശ്യമില്ല, നമുക്കാണ് അതിന്റെ ആവശ്യം. അവിടുന്ന് പറയുന്നു, പിന്നെ ഇതും മനസ്സിലാക്കേണ്ടതാണ്, നമസ്കാരത്തെ സംരക്ഷിക്കുന്നത് അള്ളാഹുവിന് ആവശ്യമുള്ളത് കൊണ്ടല്ല. അള്ളാഹുവിന് നമ്മുടെ നമസ്കാരത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. അവൻ ഗനിയുൻ അനിൽ ആലമീനാണ്, അവന് ഒന്നിന്റെയും ആവശ്യമില്ല. എന്നാൽ ഇതിന്റെ അർത്ഥം മനുഷ്യനാണ് അതിന്റെ ആവശ്യമെന്നാണ്.
ഇത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ സ്വയം തന്റെ ലാഭം ആഗ്രഹിക്കുന്നു. അതിനാലാണ് അവൻ അള്ളാഹുവിൽ നിന്ന് സഹായം തേടുന്നത്. മനുഷ്യൻ അള്ളാഹുമായി ബന്ധമുണ്ടായി തീരുക എന്നത് യഥാർത്ഥ പ്രയോജനം നേടിയെടുക്കുക എന്നതാണ് കാര്യം. ഇത് സത്യപൂർണമായ കാര്യമാണ്. അത്തരത്തിലുള്ള വ്യക്തിയോട് എല്ലാ ലോകവും ശത്രുത കാണിച്ചാലും അയാൾ നശിപ്പിക്കാൻ യത്നിച്ചാലും അദ്ദേഹത്തിന് അല്പം പോലും നാശമുണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അദ്ദേഹത്തിന് വേണ്ടി ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മനുഷ്യർ നശിപ്പിക്കേണ്ടി വന്നാലും അള്ളാഹു അപ്രകാരം തന്നെ ചെയ്യുന്നതാണ്. ഈ ഒരാൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് പേരെ നശിപ്പിക്കുന്നതാണ്. സഹാബത്തെ പ്രകാരമാണ് വിജയം വരിച്ചത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ആത്മാർത്ഥത പോലെ ഹൃദയത്തെ വിജയിച്ചടക്കുന്ന മറ്റൊരായുധമില്ല. ഇത്തരത്തിലാണ് സ്വാത്വികർ ലോകത്ത് വിജയിച്ചത്. നാവ് കൊണ്ടുള്ള സംസാരത്തിൽ ഇത് സംഭവിക്കുകയില്ല. പറയുന്നു, നെറ്റിത്തടത്തിൽ പ്രകാശമില്ല, ചൈതന്യവുമില്ല, ദൈവിക ജ്ഞാനത്തിൽ നിന്ന് യാതൊരു പങ്കാളിത്തവുമില്ല. നമസ്കാരം നിർവഹിക്കുന്നത് മൂലം ദൈവിക ജ്ഞാനവും പ്രകാശവും ലഭിക്കുന്നു, അത് ലഭിക്കുന്നില്ല. നമസ്കാരം ഒരു ഭാരമായി കണക്കാക്കുന്നു. പറയുന്നു, അല്ലാഹു അക്രമിയല്ല. അവരുടെ ഹൃദയത്തിൽ അത് ഒരു ആത്മാർത്ഥതയില്ല എന്നതാണ് യഥാർത്ഥ കാര്യം. വെറും ആചാരം എന്ന നിലക്കും ഭൗതിക ചെയ്തി എന്ന നിലക്കും മാത്രമാണ് അവർ ഇത് നിർവഹിക്കുന്നത്. അതിൽ നിന്ന് ഒന്നും സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ജമാഅത്തിലെ ഒരുപാട് ആളുകൾ ആത്മാർത്ഥരായിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നവരാണ്. പൊതുവിലുള്ള കാര്യം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം വിവരിക്കുകയാണ്. നമുക്കും ഒരു പാഠമാണ്, ഒരു താക്കീതും കൂടിയാണ്. ഇക്കാര്യത്തെ മുഖവിലേക്ക് എടുക്കുക. പറയുന്നു, ഞാൻ നമസ്കാരത്തെ വില കുറയ്ക്കുകയാണെന്ന് ആരും മനസ്സിലാക്കരുത്. വിശുദ്ധ ഖുർആൻ വിവരിച്ച നമസ്കാരം അത് മിഹ്റാജാകുന്നു. ചിലർ ഈ നമസ്കരിക്കുന്നവരോട് സൂറ ഫാത്തിഹയും അർത്ഥവും അറിയാമെന്ന് ചോദിച്ചു നോക്കുക. 50 വർഷമായി നമസ്കരിക്കുന്നവരെ കാണും. എന്നാൽ നമസ്കാരത്തിന്റെ അർത്ഥം ചോദിച്ചാൽ അധിക പേരും അതിൽ അജ്ഞരായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാവിധ ഭൗതിക അറിവും ഈ അറിവിന്റെ മുന്നിൽ നിസ്സാരമാണ്. ഈ ഭൗതിക അറിവിനായി എല്ലാവിധ ശക്തിയും പ്രയത്നവും ഉപയോഗിച്ച് പരിശ്രമിക്കുന്നു. ഇതിലേക്കുള്ള ശ്രദ്ധ എന്നാൽ ഒരു മന്ത്രം ഉരുവിടുന്നത് പോലെ ഏറ്റുപറയുന്നു. ഇന്നത്തെ അധിക മുസ്ലിങ്ങളുടെ അവസ്ഥ ഇത്തരത്തിലാണ് കാണുന്നത്. പറയുന്നു, ഞാൻ ഇതുവരെ പറയുന്നു, നമസ്കാരത്തിൽ സ്വന്തം ഭാഷയിൽ ദുആ ചെയ്ത എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. സംശയം വിന ഉറുദു, പഞ്ചാബി, ഇംഗ്ലീഷ് അറിയാവുന്ന ഭാഷയിൽ ദുആ ചെയ്യുക. എന്നാൽ അള്ളാഹുവിന്റെ വചനങ്ങളെ അതുപോലെ പാരായണം ചെയ്യേണ്ടതാണ്. അതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കരുത്. അതിനെ പാരായണം ചെയ്യേണ്ടതാണ്. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഏതുപോലെ സുന്നത്തായിട്ടുള്ള ദുആകളും അതേ ഭാഷയിൽ ചെല്ലുക. ഖുർആനും ഈ സുന്നത്തായ ദുആകൾക്കും ശേഷം എന്താണ് ആവശ്യം അത് അള്ളാഹുവിനോട് ചോദിക്കുക. അത് ഏതു ഭാഷയിലാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചുകൊള്ളുക. അവൻ എല്ലാ ഭാഷയും അറിയുന്നവനാണ്, കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. പറയുന്നു, അതുകൊണ്ട് നമസ്കാരത്തെ ആനന്ദപൂർണവും ദൃഢീകരിക്കുവാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതിനായി സ്വന്തം ഭാഷയിലും അല്പം ചില ദുആകൾ ചെയ്യേണ്ടതാണ്. അത് നിർബന്ധമാണ്. എന്നാൽ അധികവും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമസ്കാരം കുത്തിമറിഞ്ഞ് പെട്ടെന്ന് പൂർത്തിയാക്കുന്നു, പിന്നെ ദുആ ചെയ്യാൻ മാറിയിരിക്കുന്നു. അനഹമ്മദികളിൽ ഈ ഒരു രീതിയാണുള്ളത്. അധിക മുസ്ലിം രാജ്യങ്ങളിലെ നമസ്കാരം വേഗത്തിൽ നിർവഹിക്കുന്നു. അതിനുശേഷം കൈ ഉയർത്തി ദുആ ചെയ്യാൻ തുടങ്ങുന്നു. പറയുന്ന ദുആ ചെയ്യാൻ തുടങ്ങുന്നു. അവരുടെ രീതി കണ്ടിട്ട് നമസ്കാരം അവരിൽ നിന്ന് അന്യായമായി വാങ്ങുന്ന ടാക്സ് പോലെയാണ്. അല്പം പോലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ നമസ്കാരത്തിന് ശേഷം നമസ്കാരമാണ് ഉണ്ടാവുക. നമസ്കാരം എന്നത് ദുആയുടെ മറ്റൊരു പേരാണ്. ഇക്കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. വളരെ ആത്മാർത്ഥതയോടും വിനയത്തോടും ഹൃദയ സാന്നിധ്യത്തോടും ചോദിക്കുന്നതാണ്. വലിയ വലിയ കർമ്മങ്ങളുടെ താക്കോൽ ഈ ദുആയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിനുള്ള ആദ്യ പടി ഈ ദുആയാണ്. പറയുന്നു, നമസ്കാരത്തെ ആചാരം ശീലം എന്ന നിലയിൽ നിർവഹിക്കുന്നത് പ്രയോജനം നൽകുകയില്ല. അത്തരത്തിൽ നമസ്കാരം നിർവഹിക്കുന്നവരോട് അള്ളാഹു സ്വയം ശാപവും നാശവും ചൊരിഞ്ഞിരിക്കുകയാണ്. എന്നായിരുന്നാലും അവരുടെ നമസ്കാരം സ്വീകാര്യതയുടെ മഹനീയ സ്ഥാനം അലങ്കരിക്കുകയില്ല. വയലിൽ മുസല്ലീൻ എന്നത് അള്ളാഹുവാണ് പറഞ്ഞത്. ഈ കാര്യം അത്തരം നമസ്കാരം നിർവഹിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണ്. അവർ നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും അജ്ഞരായിരിക്കുന്നു. സഹാബാക്കൾ അറബി ഭാഷ അറിയുന്നവരായിരുന്നു. അതിനാൽ യാഥാർത്ഥ്യത്തെയും അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ നമുക്കായി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, നമസ്കാരത്തിൽ ആ അവസ്ഥ സംജാതമാക്കുക എന്നത് നിർബന്ധമാണ്. എന്നാൽ ഇവർ മനസ്സിലാക്കുന്നത് പുതിയ നബി വന്നു എന്നിട്ട് നമസ്കാരത്തെ ഇല്ലാതാക്കിയെന്നാണ്. അദ്ദേഹത്തിനെതിരിൽ പറയുന്ന കാര്യമാണിത്. അങ്ങനെ പറയുന്നവരെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്നു, സ്വന്തം ഭാഷയിൽ ദുആ ചെയ്യുകയെന്ന് ഞാൻ പറയുമ്പോൾ പുതിയ ശരീഅത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അള്ളാഹുവിന് ഇതുമൂലം യാതൊരു ലാഭവുമില്ല.
എന്നാൽ മനുഷ്യനാണ് ഇതിൽ ലാഭമുള്ളത്. അവൻ അള്ളാഹുവിന്റെ സാമീപ്യത്തിനുള്ള അവസരം നൽകപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആഗ്രഹം പറയാനുള്ള അവകാശം നൽകപ്പെട്ടിരിക്കുകയാണ്. അവനെ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ്. ഞാൻ അനുഭവത്തോടെ പറയട്ടെ, അവർ ഇപ്രകാരമുള്ള ജീവിതമാണ് കഴിച്ചുകൂട്ടുന്നത്. അവരുടെ പകലും കടന്നുപോകുന്നു, രാത്രിയും കടന്നുപോകുന്നു. എന്നാൽ അവർക്കും ഒരു ദൈവമുണ്ട് എന്ന് അവരറിയുന്നില്ല. ഓർത്തുകൊള്ളുക, അത്തരത്തിലുള്ള മനുഷ്യൻ ഇന്നും നശിക്കുന്നതാണ്, നാളെ നശിക്കുന്നതാണ്. പറയുന്നു, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകുകയാണ്. ഒരുപക്ഷെ ഇത് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കുക, ആയുസ് കടന്നു പോകുന്നതാണ്. അശ്രദ്ധ ഉപേക്ഷിക്കുക, വിനയം കൈക്കൊള്ളുക, ഒറ്റയ്ക്കാണെന്ന് കരുതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു വിശ്വാസത്തെ സംരക്ഷിക്കുന്നതും ദാസന്റെ മേൽ സന്തോഷിക്കുകയും സംതൃപ്തി അടയുകയും ചെയ്യട്ടെ. ഒരവസരത്തിൽ ഉപദേശിച്ചുകൊണ്ട് യഥാർത്ഥ നമസ്കാരം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടും അവിടുന്ന് പറയുന്നു, വലല്ലദീന ജാഹിദു ഫീന ലനഹദിയന്നഹും സുബുലന. മുഴുവൻ ശ്രമവും അവന്റെ മാർഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക. യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ്. പ്രയത്നിക്കുക, ജിഹാദ് ചെയ്യുക. ദുആയും തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹുവിന്റെ മാർഗം നേടിയെടുക്കുന്നതിനുള്ള വഴികളാകുന്നു. ഇതിലേക്ക് ശ്രദ്ധ നൽകേണ്ടതാണ്. ആരാണ് ഇതിൽ ശ്രമിക്കുന്നത്? അള്ളാഹു പറയുന്നു, ആരാണ് അവന്റെ മാർഗത്തിൽ ശ്രമിക്കുന്നത്, അവൻ തന്റെ ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു. പറയുന്നു, അള്ളാഹു ആരോടും പിശുക്ക് കാണിക്കുകയില്ല. അവസാനം ഈ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ് സ്വാത്വികരും ദൈവിക ദാസന്മാരും ദൈവിക പ്രീതി കരസ്ഥമാക്കിയവരും ഉണ്ടായിട്ടുള്ളത്. എപ്പോഴും അവന്റെ റഹ്മത്തിന്റെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ല. ദൃഢവിശ്വാസം ഹൃദയത്തിലുണ്ടാക്കുക, നമസ്കാരം ശരിയായ നിലയിൽ അനുഷ്ഠിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ അധ്യാപനം അനുസരിച്ച് നടക്കുക. നാമും ദുആ ചെയ്യുന്നതാണ്. ഓർത്തുകൊള്ളുക, നമ്മുടെ രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും സഹാബത്തും അനുവർത്തിച്ച അതേ രീതി തന്നെയാണ്. ഇന്ന് ചില ഫക്കീറന്മാർ പുതിയ അനാചാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ തപോയജ്ഞവും ഈ സന്യാസവും അവർ പ്രചാരത്തിലാക്കിയവ നാം ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് പേർ എഴുതുന്നു, ഇതിനായി വേണ്ടി പ്രത്യേകമായിട്ടുള്ള എന്താണ് ചെയ്യേണ്ടത്, ഇത് ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. നമസ്കാരമാണ് യാഥാർത്ഥ്യം. എല്ലാ അഹമ്മദികൾക്കും നമസ്കാരത്തിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. പറയുന്നു, ശരിയായ രീതി ഇസ്ലാമിന്റെ രീതിയാണ്. വിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുക. അതിലെന്താണുള്ളത് അതനുസരിച്ച് പ്രവർത്തിക്കുക. നമസ്കാരം വളരെ ശ്രദ്ധിച്ച് നിർവഹിക്കുക. ദുആയും ശ്രദ്ധയോടും ദൈവിക ഭയത്തോടും ചെയ്തുകൊണ്ടിരിക്കുക. മിഹ്റാജിന്റെ സ്ഥാനം വരെ എത്തിക്കുക എന്നത് നമസ്കാരമാണ്. ഇത് ഉണ്ടെങ്കിൽ എല്ലാം തന്നെയുണ്ട്. മിഹ്റാജ് വരെ എത്തിക്കുന്ന നമസ്കാരം എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നവന്റെ ഹൃദയത്തെ അത് വിറകൊള്ളിപ്പിക്കുന്നതാണ്. ഫർളായ നമസ്കാരത്തിനോടൊപ്പം തഹജ്ജുദ് നമസ്കാരത്തിലേക്കും അവിടുന്ന് ശ്രദ്ധ ക്ഷണിച്ചു. അൻസാറുള്ള പ്രത്യേകമായ നിലയിൽ ഇതിന് സാഹചര്യം ഒരുക്കേണ്ടതാണ്. അവിടുന്ന് പറയുന്നു, ഈ ലോകത്തിലെ അധിക ജീവിതവും ഭൗതിക കാര്യങ്ങൾ ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു. പരലോകത്തേക്കായി എന്താണ് വെച്ചിരിക്കുന്നത്? എല്ലാ ശ്വാസവും എല്ലാ ആയുസ്സും ഭൗതിക കാര്യങ്ങൾക്കായി ചെലവിട്ടു. പരലോകത്തേക്കായി എന്ത് ഖജനാവാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? പറയുന്നു, തഹജ്ജുദിനായി പ്രത്യേകമായ നിലയിൽ എഴുന്നേൽക്കുക. ആവേശത്തോടും ശക്തിയുക്തമായ നിലയിലും അതനുഷ്ഠിക്കുക. മധ്യനേരത്ത് വരുന്ന നമസ്കാരത്തിൽ ജോലി തിരക്ക് മൂലം ആപത്ത് വന്ന് ഭവിക്കുന്നു. അതായത് മുന്നോട്ടോ പിന്നോട്ടോ ആയി പോകുന്നു, ചിലപ്പോൾ കളായി പോകുന്നു. അത്തരത്തിലുള്ള ആപത്തുണ്ടാകുന്നു. പറയുന്നു, അന്നം നൽകുന്നത് അള്ളാഹുവാണ്. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കേണ്ടതാണ്. ലോഹറും അസറും ചിലപ്പോഴെല്ലാം ജമ്മായി പോകും. ബലഹീനരായ ആളുകളുണ്ടെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഈ ഇളവ് വെച്ചിരിക്കുന്നു. എന്നാൽ ഈ ഇളവ് 3 നമസ്കാരങ്ങൾ ജമ്മാക്കി നിർവഹിക്കാൻ അനുവദിക്കുന്നില്ല. ഏതുപോലെ ജോലിക്കാര്യത്തിലും മറ്റു കാര്യങ്ങളും മനുഷ്യർക്ക് ശിക്ഷ ലഭിക്കാറുണ്ട്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ഇനി അള്ളാഹുവിന്റെ കാരണം കൊണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിപ്പോയാൽ അതിൽ എന്ത് കുറ്റമാണുള്ളത്? നമ്മൾ ഭൗതിക കാര്യത്തിനായി ബുദ്ധിമുട്ടും പ്രയാസം സഹിക്കുന്നു. നമസ്കാരത്തിനായി, ഫർളായ കാര്യം പൂർത്തിയാക്കുന്നതിനായി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നതിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചെന്ന് വെച്ചാൽ എന്തുണ്ടാകാനാണ്? അവിടുന്ന് പറയുന്നു, ഇത് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാകുന്നു. പരിപൂർണ മാർഗനിർദ്ദേശവും അധ്യാപനവും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേന യാതൊരു പ്രയാസമോ പരിശ്രമമോ കൂടാതെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പരിശ്രമമോ പ്രയാസമോ നൽകാതെ നമുക്ക് മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. ഏതൊരു മാർഗമാണ് അക്കാലത്ത് അങ്ങേക്ക് കാണിക്കപ്പെട്ടത്? വലിയ വലിയ പണ്ഡിതന്മാർ പോലും അതിൽ നിന്ന് തടയപ്പെട്ടിരിക്കുകയാണ്. അഹമ്മദികൾക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിനെ അംഗീകരിച്ചത് മൂലം ആ മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇക്കാര്യത്തിൽ നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കുക. അതിന് നന്ദി
സത്യസന്ധമായ ഹൃദയത്തോടുകൂടി നന്മകൾ പ്രവർത്തിക്കുക എന്നതാണ്. ഏതൊന്നാണ് ദാസന്റെ ഉത്തരവാദിത്വത്തിൽ വന്നെത്തിയിരിക്കുന്നത്? തങ്ങളുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് ദുആ ചെയ്യുക, ശരിയായ വിശ്വാസത്തിൽ ദൃഢപാതരായിരിക്കുവാനും സന്ദർഭാടിസ്ഥാനത്തിലുള്ള നന്മകൾ ചെയ്യുവാനുള്ള തൗഫീക്കിന് വേണ്ടിയും ഇബാദത്തിന്റെ ഭാഗത്ത് നമസ്കാരം, നോമ്പ്, സക്കാത്ത് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുന്നു. നമസ്കാരം മാത്രമാണ് ഈ ലോകത്തേക്ക് വന്നത്, എന്നാൽ ലോകത്ത് നിന്ന് വന്നതല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുറത്തുൽ അനിസ് സ്വലാത്ത്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ടും യഥാർത്ഥ തൗഹീദ് എങ്ങനെയാണ് പൂർത്തിയാക്കുക പറയുന്നു. തൗഹീദ് എന്നാൽ എല്ലാ അനുഗ്രഹവും എല്ലാ കാര്യങ്ങളും ആശ്രിതരും അവകാശിയും ആ ഏകനായ അസ്തിത്വമായി കരുതുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിവക്ഷയും ഇതാണ്. സൂഫികൾ ഇലാഹ് എന്ന പദത്തിന് പ്രേമഭാജനം, ലക്ഷ്യം, ആരാധ്യൻ എന്നീ വിവക്ഷകളാണ് നൽകിയിരിക്കുന്നത്. പറയുന്നു, സംശയം വിന യഥാർത്ഥ സത്യം ഇത് മാത്രമാണ്. ഏതുവരെ മനുഷ്യൻ പൂർണ്ണമായും തൗഹീദിൽ നില ഉറക്കുന്നില്ലയോ അവനിൽ ഇസ്ലാമിനോടുള്ള സ്നേഹവും അഭിമാനവും രൂപപ്പെടുകയില്ല. യഥാർത്ഥ കാര്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, നമസ്കാരത്തിന്റെ ആനന്ദവും അനുഭൂതിയും അവന് ലഭിക്കുകയുമില്ല. സത്യാവസ്ഥ ഇതാണ്. ഏതുവരെ ചീത്ത ഉദ്ദേശവും മലീമസവും മ്ലേച്ഛവുമായ പദ്ധതികൾ ഇഷ്ടപ്പെടുന്നില്ലയോ, ഗർവവും അഹങ്കാരത്തിൽ നിന്നും വിദൂരപ്പെട്ട് വിനയവും അർപ്പണവും ഉണ്ടാകുന്നില്ലയോ, അതുവരെ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയപ്പെടുകയില്ല. പരിപൂർണ ദാസത്വത്തെ അഭ്യസിപ്പിക്കുന്നതിനായി ഏറ്റവും ഉത്തമമായ അധ്യാപകനും അനുഗ്രഹീതമായ വഴിയും നമസ്കാരം മാത്രമാകുന്നു. പറയുന്നു, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, അല്ലാഹുമായുള്ള സത്യസന്ധമായ ബന്ധം, യഥാർത്ഥ ദാസത്വം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമസ്കാരത്തെ കൃത്യതയോടെ അനുഷ്ഠിക്കുക. നിങ്ങളുടെ ശരീരം, നാവ് എന്ന് മാത്രമല്ല ആത്മാവിന്റെ ഉദ്ദേശവും എല്ലാം തന്നെ നമസ്കാരമായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും യഥാർത്ഥ തൗഹീദ് നിലകൊള്ളുവാനുള്ള തൗഫീക്കും തങ്ങളുടെ നമസ്കാരങ്ങളെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള തൗഫീക്കും ആനന്ദപൂരിതമായ നന്മകൾ നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ദൈവേതരങ്ങളെ തങ്ങളുടെ ആരാധ്യ വസ്തുവാക്കുന്നതിന് പകരമായി നാം എപ്പോഴും അള്ളാഹുവിനെ യഥാർത്ഥ ആരാധ്യനാക്കി ആക്കുമാറാകട്ടെ. അൻസാറുള്ളയുടെ ഇജ്തിമയിൽ നടക്കുന്ന സ്ഥലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾ നിർവഹിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകിയില്ല എന്നതാണ്. കാരണം വൈകുന്നേരം ഒരു നിശ്ചിത സമയത്തിന് ശേഷം ആ ഹാള് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് ശരി തന്നെയാണ്. എന്നാൽ സംവിധാനത്തിനും ജിത്തുമ വേളയിൽ കഴിവതും മറ്റു സ്ഥലത്ത് ജമാഅത്തായ നമസ്കാരം നിർവഹിക്കുന്നതിനുള്ള സജ്ജീകരണം ചെയ്യേണ്ടതായിരുന്നു. എവിടെയാണ് കൊണ്ടുപോകുന്നത് അവിടെ. ഇനി അൻസാറുള്ള ഇജ്തിമ എവിടെയാണ് സംഘടിപ്പിക്കുന്നത് അവിടെ 5 നേരം നമസ്കാരത്തിനുള്ള സംവിധാനവും സംഘടിപ്പിക്കുക. അള്ളാഹുവിന്റെ ജിത്തുമ വിജയിപ്പിക്കുമാറാകട്ടെ, നമ്മളെ യഥാർത്ഥ ദാസരാക്കി തീർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.